മണി എന്തുണ്ട് മണി സുഖം തന്നെ? സാറിനെ കണ്ടിട്ട് എത്ര നാളായി. ഞാൻ സാറിനെ കാണാത്തോണ്ട് എന്നും പത്രത്തിൽ നോക്കും. പത്രത്തില് ആ ചർമ്മക്കുളത്തിലൊക്കെ ഉണ്ടോന്നറിയാം. തമാശ പറയല്ലേ കേട്ടോ. സംഭവം ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് മണി. നമ്മുടെ ജയിലിൽ നിന്ന് ഒരു പ്രതി പരവണ്ണം ഇറങ്ങി 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കയറുന്നില്ലെന്ന്. ആ അത് തങ്കപ്പനല്ലേ? തങ്കപ്പനോ? അല്ല ഞാൻ പറഞ്ഞു വന്ന എന്നാന്നറിയോ, ഈ തങ്കപ്പെട്ട സാർ ഉള്ളിടത്തോളം കാലം അവനെ എവിടുന്നാലും പിടിച്ച് പൊക്കി. ഈ തങ്കപ്പെട്ട എന്നെ വെട്ടിച്ച് അവൻ ഇങ്ങനെ മുങ്ങി നടക്കുന്നത്. എന്നെങ്കിലും ഞാൻ അവനെ പൊക്കും മണി. പിന്നെ ഞാൻ വന്നതേ, എനിക്കൊരു ചുരിദാർ തയ്ക്കണം. എങ്ങനെ ഇരിക്കും? ഈ ആണുങ്ങൾ ചുരിദാർ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, പെണ്ണുങ്ങൾ ചുരിദാർ ഇട്ട് കണ്ടിട്ട്. സാർ ഇട്ടാൽ നന്നായി. എനിക്കല്ലെന്ന്, എന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം കേട്ടോ. അപ്പൊ തയ്ക്കേണ്ട തുണി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മീറ്ററിന് 2000 രൂപയാണ്. ലിറ്ററിന് 2000 രൂപ സാധനം. അത് എന്നതാണ് അടിക്കുന്നത്? ലിറ്ററിനല്ല, ഒരു മീറ്ററിന് 2000 രൂപയുടെ തുണിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എവിടെ വെച്ചാൽ എന്നത്താനാ വേണ്ടത്? ഇന്ന് വേണം. ഇന്നോ? ഇപ്പൊ വേണം, ഈ നിമിഷം വേണം. കാരണം അവക്ക് സർപ്രൈസ് കൊടുക്കേണ്ടതല്ലേ. ഇത് എന്നാ സാറേ ഇങ്ങനെ വർത്താനം പറഞ്ഞ? അളവെടുക്കാതെ ചുരിദാർ കഴിക്കാൻ എങ്ങനെയാ? ഞാൻ പറഞ്ഞു തരാം, എഴുതിയെടുത്തു. അല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തനിക്കിപ്പോ അളവല്ലേ ആവശ്യം? അകത്തോട്ടോ? അല്ല അത് വേണ്ട, അകത്തേക്ക് വേണ്ട. അത് വേണ്ട. അല്ല സാറ് ഒരു അളവ് അങ്ങ് പറഞ്ഞേ കേട്ടെ. അളവോ? കഞ്ഞിയും ചതാവരി അച്ചാറും ഒക്കെ മാറ്റി വെക്ക. നിങ്ങൾ കഞ്ഞിന്റെ കാര്യം വിട്ടിട്ട് അളവിന്റെ അടുത്തേക്ക് വാ. അളവെടുക്കാൻ. അളവെന്ന് പറയുമ്പോ ഏകദേശം ഈ അളവ് വരും. അത് തന്നെ രമയുടെ അളവിരിപ്പുണ്ടോ? അളവിരിപ്പുണ്ട്. അത് ഞാൻ തയ്ക്കാൻ വെച്ചേക്കുമല്ലേ, അപ്പൊ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ തയ്ച്ചോളാന്ന് പറഞ്ഞു. നിനക്കല്ല എത്ര അളവ് ഉണ്ടാക്കി ഞാൻ വെച്ചോളാം. രമയുടെ അളവിനകത്ത് കിടപ്പുണ്ടല്ലോ, ഞാൻ എനിക്കറിയാവുന്ന നമ്മള് അളവ്. ഇതല്ലേ രമ ഈ ഇപ്പൊ എടുത്ത അളവല്ല. അതെ. കഴുത്ത് കൊള്ള, കൈവണ്ണം അടിപൊളി, പുറം കിടുക്കാച്ചി. ഇതാണ്ട് അളവ്. ഇങ്ങനത്തെ അളവ് ഇനി മേലെ എന്റെ തയ്യൽക്കട കണ്ടുപോകും.